എല്ലാവർക്കും ന്യൂസ് ആൻഡ് ന്യൂസ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു മുടി വളരാനുള്ള ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും ചെലവ് കുറഞ്ഞത് രീതിയിലാണ്. അതിനാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമ്മുടെ ഉള്ളിയും പിന്നെ നമ്മുടെ ചായപ്പൊടിയാണ്. ചായപ്പൊടി നമ്മൾ കട്ടൻ ചായ വെച്ചിട്ടും ഉള്ളിയുടെ നീരുമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഉള്ളിക്കെന്ന് വിചാരിച്ചാൽ നമ്മുടെ താരം പോകാനും മുടി നല്ല തഴച്ച് വളരാനും ഉള്ളി സഹായിക്കും. നമ്മുടെ കട്ടൻ ചായ മുടിയുടെ സ്വാഭാവിക നിറമായ കറുപ്പും പിന്നെ നമ്മുടെ തിളക്കവും നല്ല വരുത്താനും നമ്മുടെ കട്ടൻ ചായ ഉപയോഗിക്കും. പിന്നെ മുടി പനങ്കല പോലെ വളരാൻ നമ്മുടെ കട്ടൻ ചായ ഉപയോഗിച്ച് തല കുളിക്കാറുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ് ഞാൻ നേരെ കളയുന്നില്ല, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ഇതിന് വലിയൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് നല്ലൊരു വലിയ രീതിയിൽ മുറിച്ചിടണം. നമുക്കിത് തൊലി കളയാം. അപ്പം നമ്മൾ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ രീതിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടില്ലേ. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കണം. പിന്നെ ഒരു കാര്യം, ഇതിന് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് പേസ്റ്റ് രൂപത്തിൽ ഇത് നീരെടുക്കാൻ വേണ്ടിയിട്ടാണ്, വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. ഉള്ളി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൻ്റെ നീരുണ്ട് എൻ്റെ ഉണ്ടുവിൻ്റെ കണ്ണ് ഇതായിട്ട് പോച്ചെടുത്തിട്ട് കരയോന്ന് കളറിന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുത്തിട്ട് നീര് മാത്രം മതി. നമുക്കിത് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഉള്ളി അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നീരെടുക്കണം. അപ്പൊ നമ്മൾ ഉള്ളിന്റെ നീരെടുത്തിട്ടുണ്ട്. അതിനകത്ത് കരഞ്ഞിതായിട്ട് അപ്പോൾ നമ്മൾ ഉള്ളീൻ്റെ നീരെടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളീൻ്റെ വലിപ്പം അനുസരിച്ച് നീര് കൂടും. നമ്മൾ ചെറിയൊരു ഉള്ളിയാണ് എടുത്തത്, അന്നേരം ഇത്ര പറഞ്ഞ നീര് ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള രണ്ടാമത്തെ ഐറ്റത്തിന് തയ്യാറാക്കണം, നമ്മുടെ കട്ടൻ ചായ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റായ കട്ടൻ ചായ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. അതിനിപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ഇടണം. ഞാൻ ഇപ്പം 2 സ്പൂൺ ചായപ്പൊടിയിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഒരു ഗ്ലാസിൻ്റെ ഏകദേശം ആവുന്ന അത്രയും വരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. പിന്നെ അത് നല്ല ബ്രൗൺ കളറാവണം നമ്മുടെ കട്ടൻ ചായ, എന്നാലും അതിൻ്റെ ഗുണമെല്ലാം നമുക്ക് കിട്ടുമല്ലോ. നമുക്കിത് തിളപ്പിച്ചിട്ട് വരാം. കട്ടൻ ചായ തിളച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിനീര് ചേർക്കണം. പിന്നെ ഒരിക്കലും നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം. നമുക്ക് തിളപ്പിച്ച് തരാം. നമ്മളെ മുടി വളരാനുള്ള ടിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടുണ്ട്, പക്ഷേ നമുക്കിത് തണിയാൻ വെക്കണം. തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടി തേക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്കിത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. ടിപ്പ് നല്ല തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലെ കൂടി അരിച്ചെടുക്കണം. ഞാൻ കുളിക്കാനുള്ള റെഡി. അപ്പോൾ ഉണ്ടൂട്ടി ഞാൻ കുളിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എനക്കും കുളിക്കാൻ റെഡിയാണോ? അപ്പോൾ നമ്മൾ തണീന്നടക്കം ഒരു റീൽസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഓളെ മേക്കപ്പെല്ലാം അങ്ങനെ പോയി. അപ്പോൾ ആ റീൽസ് എല്ലാവരും കാണണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ആ റീൽസ്. എല്ലാവരും കാണണം. ലൈക്കും കമൻറ്റൊക്കെ അതിന് ചെയ്യണേ. ഇപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തേക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും നല്ല മുടിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. നമുക്കിത് തലയിൽ തേക്കണം. അതിന് ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരട്ട് ഇത് നമുക്ക് തലയിൽ തേക്കണം.
അപ്പോൾ നമ്മൾ ഇത് മുടിയിൽ തടാൻ പോവാന്ന്. ഞാൻ നമ്മളെ ഉണ്ടൂര് തലയിൽ തടിയിട്ട് കാണിച്ചു തരാം. അപ്പം മുടീൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇത് എത്തിക്കണം. തലയിൽ നല്ലോണം തേച്ചും കൊടുക്കണം. അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നിന്നതിന് ശേഷം നല്ലോണം തല നല്ലോണം തേച്ച് കഴുകി കുളിക്കണം. ഷാമ്പു അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചാൽ മതി. അപ്പോൾ ഞാൻ സ്വയമായിട്ട് തേക്കുവന്ന്, തേച്ചിട്ട് ആളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഉപയോഗിക്കണം. എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മളെ മുടി വളരുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് എല്ലാം ചെയ്യണം എല്ലാവരും. പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ.